ഞാൻ മനോഹരമായ ഒരു കവിത ഓർമ്മിക്കാം. ജന്മമേകി അവൾ അമ്മയായി, എന്തിനുമേതിനും കാവലായി, ഇരുളിൽ വെളിച്ചമായി, കരുതലായി നിന്നുകൊണ്ടോരോ പകലും വഴികാട്ടിയായി, നെഞ്ചോടൊതുക്കി നെടുവീർപ്പകറ്റി ആയുസ്സുമൊട്ടും കൂടെ നടന്നവൾ. അമ്മയോളം മറ്റൊന്നുമില്ല, അമ്മയില്ലാത്ത ഒരു ലോകമില്ല. ദൃശ്യരാജ് എഴുതിയ കവിതയാണ്. അമ്മയില്ലാത്ത ഒരു ലോകമില്ല, അമ്മയില്ലാത്ത ഒരു ലോകമില്ല, അമ്മയോളം മറ്റൊന്നുമില്ല. അപ്പോൾ എല്ലാ അമ്മമാർക്കും സ്നേഹത്തോടെ ഈ മാതൃദിനത്തിൽ മനോഹരമായ ഇനിയുള്ള ജീവിതം, ശിഷ്ടകാലം സുന്ദരമാവട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു കാര്യം കൂടി ഞാൻ പ്രേക്ഷകരോട് പറയാം. നമ്മുടെ അമ്മമാരെയൊക്കെ പലപ്പോഴും പലയിടങ്ങളിലും ഒറ്റയ്ക്ക് ജീവിക്കുന്നവരുണ്ടാവും. അവരെയൊക്കെ ഇടയ്ക്ക്, പ്രത്യേകിച്ച് ഈ വാർദ്ധക്യത്തിലേക്ക് എത്തുന്ന മനുഷ്യരുടെ എണ്ണം കൂടുന്നു. 2050 ആകുമ്പോൾ നമ്മുടെ രാജ്യത്ത് 10% നിന്ന് 20%-ലേക്ക് 60 വയസ്സ് കഴിഞ്ഞവരുടെ എണ്ണം കൂടും എന്ന് പറഞ്ഞാൽ ഏകദേശം ഇരട്ടിയായി തീരും. അവരെ പരിപാലിക്കാനുള്ള സംവിധാനങ്ങളൊന്നും നമ്മുടെ രാജ്യത്തായിട്ടില്ല കേട്ടോ. കാര്യമായി സംസ്ഥാനത്തും അത്തരം കേന്ദ്രങ്ങളൊക്കെ ഇനി നമുക്ക് ഉണ്ടാക്കി വരണം. 2030 ആകുമ്പോഴേക്കും വലിയ സംഖ്യയായി മാറും അവർ. നമ്മളൊക്കെ ഭാവിയിൽ വാർദ്ധക്യത്തിലേക്ക് എത്തും. വൃദ്ധസദനങ്ങൾ എന്ന് പറഞ്ഞ് കളിയാക്കിയിരുന്ന ആശയങ്ങളൊക്കെ ഇപ്പോൾ പ്രൊഫഷണൽ ആവുന്നുണ്ട്. തിരക്കുകൾ കൊണ്ട് അമ്മയുടെ അടുത്ത് എത്താൻ പറ്റാത്തവർ, അവരെക്കുറിച്ച് അന്വേഷിക്കാൻ നിങ്ങളുടെ തിരക്കിനിടയിലും സമയം കണ്ടെത്തണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് മറ്റു പ്രധാന വാർത്തകളിലേക്ക് പോകാം.